ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ശരിക്കും പറഞ്ഞാലേ ഈ ഭൂമി ഉണ്ടല്ലോ ഉരുണ്ടിട്ടല്ല പരന്നിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഇത് ഈ ഭൂമി ഉരുണ്ടിട്ടാണെങ്കിൽ എല്ലാ ഭാഗം കർവായി വട്ടത്തിലാണല്ലേ. ഇതിങ്ങനെ പരന്ന് ഇങ്ങനെ നീണ്ടു തുറന്നെടുക്കല്ലേ ഭൂമി. ശരിക്കും പറഞ്ഞാൽ ഭൂമി പരന്നിട്ടല്ലേ, അല്ലാതെ ഉരുണ്ടിട്ടല്ലല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ ബയാസ്. അതായത് അപ്പുറത്ത് ഫാക്ട്സ് ഉണ്ട്, റിയാലിറ്റി ഉണ്ട്, ശരിയുണ്ട്, എന്നാലും താൻ വിചാരിക്കുന്ന ഒരു ശരിയുണ്ട്, അതിൽ മാത്രം പിടിച്ചു തൂങ്ങാം. അതായത് ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിൽ ഒരുത്തനെ കാണുന്നത് 9ഉം മറ്റോ ഓക്കെ, അതില് ഫസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കൺഫർമേഷൻ ബയാസ്. അതായത് അപ്പുറത്ത് ഫാക്ട്സ് ഉണ്ട്, റിയാലിറ്റി ഉണ്ട്, പക്ഷെ നമ്മളെ ഭാഗം ശരിയാണ്, ആ ഫാക്ട്സ് ഒന്നും ശരിയല്ല എന്നുള്ള അവസ്ഥ. അതായത് ഭൂമി ഉരുണ്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, അത് സത്യമാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ ഉണ്ടായി, ഫാക്ട്സ് സത്യമൊക്കെ ഉണ്ടായിട്ട് പോലും ഭൂമി ഉരുണ്ടിട്ടല്ല പരന്നിട്ടാണ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. അതായത് തെറ്റ് സമ്മതിച്ചു തരൂല, താൻ പറഞ്ഞതാണ് ശരി, സംഭവം തെറ്റാണെങ്കിൽ പോലും താൻ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞതിനാണ് കൺഫർമേഷൻ ബയാസ്. അതിൽ ആ 9 കാണുന്നവനും ആ 6 കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ശരിക്കും കൺഫർമേഷൻ ബയാസ് അല്ല, അതിനെ വിളിക്കുന്നതാണ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ്. അതായത് കൺഫർമേഷൻ ബയാസും പെർസ്പെക്റ്റീവ് ടേക്കിങ്ങും രണ്ടാണ്, ഒന്നല്ല. കാരണം പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ഭാഗത്തും ശരിയുണ്ട്, ഇവൻ്റെ ഭാഗത്തും ശരിയുണ്ട്. രണ്ടുപേരുടെയും കാഴ്ചപ്പാടും ജീവിത രീതിയും അനുഭവവും വ്യത്യാസമായത് കൊണ്ട് മാത്രമാണ് അവരുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെർസ്പെക്റ്റീവ് ടേക്കിങ്ങും കൺഫർമേഷൻ ബയാസും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, അപ്പോൾ അത് തീർത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് ടേക്കിംഗ്. മറ്റുള്ളവൻ്റെ ഭാഗത്തും ചില ശരികളുണ്ട്, അതിനെന്ത് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ മാത്രമല്ല ശരി എന്നുള്ളത്. ശരി.